അല്ലാഹു പുറത്തുമാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്ർ അത് നമ്മൾ ഗൗരവത്തോടുകൂടെ കേൾക്കണം. ചുരുങ്ങിയത് സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33 അല്ലാഹു അക്ബർ 33 99 ഒന്നുകൂടെ കൂട്ടിയിട്ട് 100 ആക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് 100 കഴിഞ്ഞ് അഫ്ളൽ ദിക്ർ എന്ന് പറഞ്ഞിട്ട് 10 കൂടെ, അങ്ങനെ ഒരു 110 ദിക്റാണ് ഒറ്റ വക്തിൽ നമ്മൾ അത് ചൊല്ലി തീർക്കുന്നത്. അത് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പിശാച് ഇങ്ങനെ വന്നിട്ട് ഇപ്പം പിന്നെ ചെല്ലണമെന്ന് പറഞ്ഞിട്ട് വേഗം അടിച്ചു പോകും. പിന്നെ അത്രയൊക്കെ ഈമാനും കാര്യങ്ങളൊക്കെ ഉള്ളവരെ അങ്ങനെ തന്നെ ഇരുന്ന് നമ്മൾ ചൊല്ലി തീർക്കും. പള്ളിയിലേക്ക് ഭാഗം കേട്ട് നമ്മൾ വന്നിരുന്നാൽ ഫോണൊക്കെ സൈലൻ്റ് ആക്കിയിട്ട് ഒരു തിരക്കുമില്ലാതെ നമ്മളിരുന്നാൽ നമുക്ക് നമ്മളറിയാതെ ആ കൂട്ടത്തോടുകൂടെ ദ്വാടോടുകൂടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ. അത് നമ്മൾ ഇന്നു മുതൽ നമ്മുടെ മരണം വരെ, ഞാനത് ഒറ്റക്കാണെങ്കിലും ജമാഅത്തിനാണെങ്കിലും അത് മുടക്കൂല എന്നൊരു ചിന്ത വേണം. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അത് സ്ഥാപിച്ചു തന്നത്. അപ്പോൾ അതിൻ്റെ ഏതൊരു സംഗതിക്കും സ്ഥാപിച്ചു തരുമ്പോൾ അതിനൊരു വലിയ പ്രത്യേകത ഉണ്ട്. ഇപ്പം നിസ്കാരത്തിൻ്റെ ശേഷമുള്ള നമ്മൾ ആ ദുആ വരെയുള്ള സംഗതികളൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ചില ആളുകൾ സലാം വീട്ടിയാൽ വേഗം എണീച്ച് പോകും. അത് നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും പോകാതെ കടിച്ച് പിടിച്ചിരിക്കണം. അപ്പോൾ അതിന് വലിയ പവറുണ്ട്. നിങ്ങൾ നോക്കൂ, ചമ്മാട് ഡോക്ടർ അഹമ്മദ് കോയ, അദ്ദേഹം എത്ര തിരക്കുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തിൻ്റെ സമയമായാൽ നിർത്തിയിട്ട് വേഗം പോയിട്ട് ജമാഅത്തിൽ പങ്കെടുക്കുക. ഇനി മഗ്‌രിബിൻ്റെ സമയം അത്യാവശ്യം ആളുകളെ പരിശോധിച്ച് അദ്ദേഹം വേഗം ജമാഅത്തിൽ പങ്കെടുത്ത് അദ്ദേഹം നമ്മളൊന്ന് വീക്ഷിക്കുകയാണെങ്കിൽ ഇത്ര കാലമായി അദ്ദേഹത്തിൻ്റെ ആ ചികിത്സ തുടങ്ങിയിട്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ചികിത്സക്കോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതിനൊക്കെ ഒരു കസ്റ്റമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയല്ല. നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ ചമ്മാട് ആ പഴയ പള്ളിയിൽ അദ്ദേഹം പോയിരിക്കും. അങ്ങനെ അവിടെ ഇരുന്നിട്ട് സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിയയും സൂറത്ത് യാസീനും അദ്ദേഹത്തിൻ്റെ ഓതാനുള്ളതൊക്കെ ഓതിക്കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ചികിത്സക്ക് വരുന്നത്. അങ്ങനെ എത്രയോ നല്ല നല്ല വ്യക്തികൾ. അപ്പോൾ ഒരു സാധാരണക്കാരനായ അദ്ദേഹം വരെ അങ്ങനെ ചെയ്യാം. അതേപോലെ എനിക്ക് ഓർമ്മയുണ്ട്, സീനത്ത് അബ്ദുറഹ്മാൻ ഹാജി, അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണ്. എത്ര തിരക്കുണ്ടെങ്കിലും അദ്ദേഹം സുബിഹി ജമാഅത്തിന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നിസ്കാര പള്ളിയിൽ അദ്ദേഹം ഉണ്ടാവും. ഞാൻ അവിടുത്തെ ഉസ്താദ് ഇല്ലാത്ത സമയത്ത് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകും, എന്നെ വിളിച്ചാൽ ഞാൻ പോകാറുണ്ട് ഇമാമത്ത് നിൽക്കാൻ പോകാൻ. അപ്പോൾ സുബിഹി ആയാൽ പേരക്കുട്ടികളെല്ലാവരും കൂടെ പേടിച്ചുകൊണ്ട് പടപടാച്ചിട്ട് ഓടി വരുന്നതായി കാണും. അപ്പോൾ സുബിഹിൻ്റെ ഇക്കാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് പേരക്കുട്ടികൾ എത്തിയിട്ടുണ്ടോ, അതുപോലെ തന്നെ മക്കൾ എത്തിയിട്ടുണ്ടോ ഇങ്ങനെ നോക്കും വാതിലിൻ്റെ അവിടെ. അപ്പോൾ അതെന്തിനാണ്? ആ മക്കൾക്കൊക്കെ ആ ഒരു ശിക്ഷണം കൊടുത്തിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അപ്പോൾ ആ പേരക്കുട്ടികളും മക്കളും ഒക്കെ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് ഇന്നും ഖബറിൽ വെച്ച് കിട്ടുക. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒറ്റക്ക് കിടക്കുന്ന ഖബറിൽ നമ്മൾ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് എൻ്റെ നിസ്കാരത്തിൻ്റെ ശേഷം അതിൻ്റെ ശേഷമുള്ള ദിക്റുകളും ദുആയിലും ഞാൻ തന്നെ ഇരിക്കണം. അതിന് എത്ര തിരക്കുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയും എന്തിയാ പോയത്, അതൊരു ഫോൺ വന്നിട്ടാണ്. ഈ ഫോൺ വന്ന ആള് നമ്മളെ ഖബറിൽ കിടക്കാൻ ഉണ്ടാകൂല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് അതിനത്രയും വലിയ ദിക്റിലും സ്വലാത്തിലും ഖുർആനത്തിലും നമ്മളില്ല. ദുനിയാവിൻ്റെ ചുറ്റുപാടിൽ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു 5 വക്ത് നിസ്കാരത്തിന് നമ്മൾ പള്ളിയിൽ വന്ന് അപ്പോഴേക്ക് നമുക്ക് സലാം വീട്ടിയാൽ തിരക്ക്, അത് നമ്മൾ തീർത്തും മാറ്റണം. അത് നമ്മൾ മാറ്റിയെടുക്കണം. നമ്മൾ മാറ്റാതെ അത് മാറ്റാൻ കഴിയില്ല. അല്ലാഹു നമുക്ക് അത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. അമൽ, ഇൽമ്, ഈ 2 വേർഡുകൾ അതിനെ തന്നെ മഹാന്മാർ ചർച്ച ചെയ്തിട്ട് പ്രത്യേകം കിതാബ് വരെ രചിച്ചു. അമൽ, ഐന് മീമ് ലാമാണ്. ഇനി ആ
അമല് നമ്മൾ ശരിയായ രൂപത്തിൽ നേടിയെടുക്കണമെങ്കിൽ ഇൽമ് വേണം. ഇൽമില്ലാതെ അമല് കിട്ടൂല. അപ്പൊ ഈ മീമിന്റെ മുമ്പാണ് ലാം വെച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊരു അമല് ചെയ്യുമ്പോഴും ഇൽമ് വേണം എന്നതാണ് മഹാന്മാർ അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഉദാഹരണത്തിന് ഒരാൾ പറയാണ് പള്ളിയിൽ കോണി വേണം. കോണി ഉണ്ടെങ്കിലേ നമുക്ക് എന്താകുള്ളൂ, മുകളിലെ നിസ്കാരം സ്വഹീഹാകുള്ളൂ. അപ്പോൾ ഒരാൾ പറയാം കോണി അവിടെ ഒന്നും വേണ്ട, നമുക്ക് അവിടെ വെച്ചാൽ പോരെ. അതിന് വെക്കുമ്പോൾ അദ്ദേഹം ജനങ്ങൾ മുകളിൽ നിസ്കരിക്കുന്ന നിസ്കാരം മുഴുവനും ബാത്തിലാക്കാനുള്ള പറച്ചിലാണ് പറഞ്ഞത്. അപ്പോൾ ഈ കോണി എവിടെ വരണം? അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളൊക്കെ എടുത്തു നോക്കൂ. ഇപ്പൊ ഇവിടെയുള്ള കോണി പള്ളിയുടെ അകത്താണ്. അത് സൈഡിൽ വെച്ചാൽ മുകളിലുള്ള ആ ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടൂല. ഇനി നമ്മളിങ്ങനെ പോയി പനയത്തിലെ പള്ളി നോക്കൂ, എന്തിനാ അത്രയും സ്പേസ് അവിടെ ഒഴിവാക്കിയിട്ട് അവിടെ കോണി വെച്ചത്? ഇവിടെയുള്ള ആ ജമാഅത്തിന്റെ കൂലി മുകളിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾക്കും കിട്ടണം എന്നതുകൊണ്ടാണ്. അങ്ങനെ എല്ലാം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ പള്ളിയിലേക്ക് നമ്മൾ കഷ്ടപ്പെട്ട് വരുമ്പോ ചിലപ്പോ നമ്മൾ നിസ്കരിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന ആള് അദ്ദേഹത്തിന് കഴിയില്ല എങ്കിൽ ഇരിക്കണമെന്നാണ്. ചിലപ്പോൾ മുട്ട് വളയാത്ത പ്രയാസമുണ്ടെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണമെന്നാണ്. ഇനി അഥവാ ഈ കസാരയിൽ നിസ്കരിക്കുന്ന ആള് അവിടെയും മസാലയുണ്ട്. അപ്പൊ അത് എങ്ങനെ നിസ്കരിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിനെ ഒരു നിസ്സാരപ്പെടുത്തലാണ്. അങ്ങനെയല്ല. കസേരയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഫുഖഹാക്കൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു ഇൽമുണ്ട്. അതെങ്ങനെയാണ്? അദ്ദേഹം സ്വഫായി നിൽക്കുന്ന സമയത്ത് നേരത്തെ തന്നെ ഇരിക്കുകയാണ്, അഥവാ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇരിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ കസേരയുടെ ബേക്ക് ഭാഗം നമ്മൾ മടമ്പുവിൻ്റെ ആ ഒരു ജനങ്ങൾ സ്വഫ് വെക്കുന്നതേ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ബേക്കിലെ ആ കസേരയുടെ കാല് ഒപ്പം വെക്കണം. എന്നിട്ട് അദ്ദേഹം കുറച്ച് മുന്നോട്ടാണ് കയറി നിൽക്കേണ്ടത്. അതല്ലാതെ നേരത്തെ തന്നെ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ മടമ്പുകാലാണ് സ്വഫിൽ വെക്കേണ്ടത്. എങ്കിലേ അദ്ദേഹത്തിൻ്റെ ജമാഅത്തിൻ്റെ കൂലി കിട്ടുള്ളൂ എന്ന് ഫുഖഹാക്കൾ പറയുമ്പോൾ ആരോ പറയാണ് അതെങ്ങനെ വെച്ചാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അത് ആ ഒരു ഇൽമിനെ അല്ലെങ്കിൽ ദീനിനെ ഇൻസൾട്ട് ആക്കലാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇനി നമ്മൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീകൾ തീർത്തും അവരോട് നല്ല ബഹുമാനം പാലിക്കണം, നല്ല ആദരവ് പാലിക്കണം. ഈ ആഴ്ചയിൽ തന്നെ ഒരാൾ വിളിച്ചിട്ട് പറയണം, സങ്കടത്തോടു കൂടെ പറയണം, എന്തെങ്കിലും ഒരു നിസ്സാര പ്രശ്നം വരികയാണെങ്കിൽ എടി അന്നെ ഞാൻ ഒഴിവാക്കി എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, വിശുദ്ധ ഇസ്ലാമിൽ അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സുന്നത്തായി നമ്മെ പഠിപ്പിച്ചു തന്ന ഒരു സംഗതിയാണ് വിവാഹം എന്ന് പറയുന്നത്. ആ സുന്നത്തിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് തന്നെ വളരെ മനോഹരമായിട്ട് നമുക്ക് അവതരിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞ സ്വഹാബാക്കളാണ് ഇത് വിവരിക്കുന്നത്. അവരിങ്ങനെ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് ഓരോരുത്തരും അവരുടെ ഇബാദത്തിനെ കുറിച്ച് പറയുകയാണ്. അതിലൊരാൾ പറഞ്ഞു, ഞാൻ രാത്രി മുഴുവനും നിസ്കരിക്കും. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കും. മൂന്നാമത്തെ ഒരാൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കില്ല. ഇവരുടെ സംസാരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ സ്വഹാബത്തെ, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. അത് മാത്രമല്ല, അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും മുൻപന്തിയിലെത്തിയാണ് ഞാനാണ്. ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ നോമ്പെടുക്കുന്ന ആളാണ്, ഞാൻ നിസ്കരിക്കുന്ന ആളാണ്. മാത്രമല്ല, രാത്രിയിൽ ഞാൻ ഉറങ്ങുന്നു. അത് മാത്രമല്ല, ഞാൻ വിവാഹം കഴിക്കുന്ന ആളുമാണ്. എൻ്റെ ചര്യ, ആ ചര്യയെയും വിട്ട് ചിന്തിക്കുന്ന ആൾ, അഥവാ എൻ്റെ ചര്യ പിൻപറ്റാത്ത ആൾ എൻ്റെ മാർഗത്തിലില്ല. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് സുന്നത്താണ് എന്ന്
ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതിൻ്റെ നേട്ടം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ് ഒന്ന്. മറ്റൊന്ന്, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള നോട്ടങ്ങൾ അത് തടയാൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സ്വന്തം ഭാര്യ ഉണ്ടായിട്ടും നമ്മൾ മറ്റുള്ള സ്ത്രീകളെ നോക്കുന്നത്, മറ്റുള്ള അന്യ സ്ത്രീകൾക്ക് ഫോൺ ചെയ്ത് കിന്നാരം പറയുന്നത് തീർത്തും തെറ്റാണ്. ഹറാമായ അവിഹിത ബന്ധങ്ങൾ ഒരിക്കലും തന്നെ നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ സുന്നത്തായി പഠിപ്പിച്ചു തന്ന ഒരു വലിയ മഹത്തായ ഒരു സംഗതി, സ്ത്രീകളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു എന്തെങ്കിലും ഒരു നിസ്സാര പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് ഒരിക്കലും തന്നെ നിന്നെ ഞാൻ ഒഴിവാക്കി, എന്നിട്ട് മൂത്ത കുട്ടിയോട് പറയാണ് എൻ്റെ അമ്മാൻ്റെ കാര്യം ഞാൻ നോക്കൂല, ഞാൻ ഓളെ ഒഴിവാക്കിയിക്കണ്. എന്നിട്ട് കുട്ടിയും കരയാ, ഈ ഉമ്മയും കരയാ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു ചെറിയൊരു സുന്നത്തിനെ അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 2 തൊലാഖ് അഥവാ നിന്നെ ഒഴിവാക്കിയെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ തന്നെ അത് ഒഴിവാകാണ്. എന്നിട്ട് 2 തൊലാഖ് വരെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റാജഅതു സൗജതി ഇലാ നികാഹി എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കാം. 3-ാം വട്ടവും അങ്ങനെ പറഞ്ഞാൽ പിന്നെ അങ്ങനെ അവളെ തിരിച്ചെടുക്കാൻ കഴിയില്ല. പിന്നെ മറ്റൊരാൾ അവളെ വിവാഹം കഴിക്കണം. ആ വിവാഹം കഴിഞ്ഞ് മറ്റേ ആള് തൊലാഖ് ചൊല്ലി അതിൻ്റെ ഇദ്ദ കഴിയണം. എന്നിട്ട് മാത്രമേ ആ സ്ത്രീയെ ഇവർ വിവാഹം ചെയ്യാൻ കഴിയുകയുള്ളൂ. അത്രയും വലിയ പ്രാധാന്യം അതിൽ കൊടുക്കേണ്ടതുണ്ടായിട്ട് പോലും വെറുതെ ചെറിയ നിസ്സാര പ്രശ്നങ്ങളിലൂടെ സ്ത്രീകളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് ആ സ്ത്രീയെ വേണ്ടാത്തത് പറഞ്ഞ് നിന്നെ ഞാൻ ഒഴിവാക്കി 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 എന്ന് 3 ഒരുപാട് തവണ പറഞ്ഞാൽ തീർത്തും അത് ഒഴിവാകുന്നു. പിന്നെ വന്നിട്ട് ഞാൻ തമാശക്ക് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് കൂട്ടിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ, പുറത്തറിയുന്നത് പേടിയായിട്ടാണ് നീ പോകരുത് എന്ന് പറഞ്ഞാൽ, പിന്നീടുള്ള ബന്ധങ്ങൾ മുഴുവനും ഹറാമായ ബന്ധമാണ്. ത്വലാഖ് എന്ന് പറയുന്നത് അത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഉത്തരേന്ത്യയിൽ നിങ്ങൾ നോക്കൂ, ശൈശവവിവാഹം പടർന്നത് കൊണ്ടല്ലേ അവരിങ്ങനെ ഓരോ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു, ത്വലാഖ് ചൊല്ലുന്നു. അവരുടെ കാട്ടിക്കൂട്ടൽ കാരണം എത്രയോ സ്ത്രീകൾ അതേ വിധവകളായി മാറിയത് കൊണ്ടല്ലേ അവരെ കുറിച്ച് ഭരണകൂടം പഠിക്കുന്നു. പഠിച്ചതിനു ശേഷം ഈ മുത്തലാഖ് എന്ന വിഷയം അതേ ഇന്ത്യൻ ഗവൺമെന്റ് അവരുടെ കോടതിയിലും പാർലമെന്റിൽ പോലും ഒരു വിഷയമാക്കാൻ കാരണം ഉത്തരേന്ത്യയിലുള്ള മുസ്ലിം ചെറുപ്പക്കാരുടെ കാട്ടിക്കൂട്ടലുകൾ കൊണ്ടാണ്. വിവരമില്ലാതെ പലതും ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ ഇടയാക്കുന്നത് മുസ്ലിം ചെറുപ്പക്കാരുടെ കാട്ടിക്കൂട്ടലാണ്. മാത്രമല്ലല്ലോ ത്വലാഖ് എന്ന് പറയുന്നത് അത് ഒരാൾ കള്ളും കുടിച്ചിട്ട് ലഹരിയിലാണ് പറഞ്ഞത് എന്നതാണെങ്കിൽ പോലും അവരുടെ ത്വലാഖ് സംഭവിക്കുമെന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തുകയാണ്. വിവരമില്ലാതെ പലതും പറഞ്ഞുകൊണ്ട് പിന്നീട് നമ്മൾ ചെയ്യുന്ന അമലുകൾ അതേ ഹറാമായ വൃത്തങ്ങളായി പോയി, തെറ്റിലേക്ക് മാറിപ്പോയി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, ഞാൻ ചെയ്യുന്ന അമൽ അല്ലാഹുവിന്റെ അടുക്കൽ കബൂലായി കിട്ടണം. അതുകൊണ്ട് തന്നെ തീർത്തും ഞാൻ പറയുന്നു, നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം അല്ലാഹു പൊരുത്തപ്പെട്ട നിസ്കാരമാകണം. അതിന് എനിക്ക് നിസ്കാരത്തെ കുറിച്ച് നന്നായി അമൽ വേണം. അപ്പൊ നിസ്കാരത്തിന്റെ നിയ്യത്ത് നമ്മൾ കാണാതെ പഠിക്കണം. ആ നിസ്കാരത്തിന്റെ നിയ്യത്തും പഠിച്ച് ആ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് 5 വക്ത് നിസ്കരിക്കുന്ന നമ്മൾ ആ 5 വക്ത് നിസ്കാരം എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടൽ കാട്ടിയാൽ പടച്ചുറപ്പത് കബൂലാക്കൂലല്ലോ. നമ്മൾ വരുന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മളൊരു പ്രവൃത്തി ഇങ്ങനെ ചെയ്യുന്നു, ആർക്കോ വേണ്ടിയിട്ട് ചെയ്യുന്നു. അങ്ങനെ ആയിക്കൂടല്ലോ.
മറിച്ച് എൻ്റെ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന രൂപത്തിൽ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കിയിട്ട് അല്ലാഹ് എന്റെ മുമ്പിൽ ഞാൻ നിസ്കരിക്കുന്നു എന്നൊരു നിയ്യത്തോടുകൂടെ, അതോടൊപ്പം നമ്മൾ ഏത് വക്താണോ നിസ്കരിക്കുന്നത് ആ വക്തിന്റെ നിയ്യത്തും വെച്ച് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ തന്നെ അതിന് വലിയൊരു മർമ്മം വേണം ഖൽബിലേക്ക്. അതിന്റെ ഒരു ആത്മീയത നമ്മൾ കടത്തിയാലേ ആ നിസ്കാരത്തിന് ഫലമുള്ളൂ. ആ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുമ്പോൾ തന്നെ അല്ലാഹു അക്ബർ. ഇവിടെ എത്തുമ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പറഞ്ഞല്ലോ, തക്ബീറത്തുൽ ഇഹ്റാം അത് ശ്രദ്ധയോടുകൂടെ നമ്മൾ അല്ലാഹു അക്ബർ ഇവിടത്തോടോടുകൂടെ തക്ബീർ കഴിയണം. പിന്നീട് ഇങ്ങനെ കെട്ടണം. പിന്നെ സൂറത്ത് കഴിഞ്ഞു, അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയും, അതുപോലെ തന്നെ സൂറത്ത് ഇമാം ഓതുകയാണെങ്കിൽ പിന്നെ മഅ്മൂം ഓതേണ്ടതില്ല. ഇമാമിന്റെ ഓത്ത് മഅ്മൂം കേട്ടാൽ മതി. പിന്നെ നമ്മൾ റുകൂയിലേക്ക് പോവുകയാണ്. റുകൂയിലേക്ക് പോകുമ്പോ ഈ തക്ബീർ അങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോകലല്ല, മറിച്ച് സൂറത്ത് ഓതി കഴിഞ്ഞ് ഇമാം റുകൂയിലേക്ക് പോയാൽ അവിടെ നമ്മൾ പോകേണ്ടത് അല്ലാഹു അക്ബർ. അങ്ങനെ ഒരു തക്ബീർ രണ്ട് കൈയും ഉയർത്തിയിട്ടാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ നമ്മൾ പോയി റുകൂയിൽ നിന്ന് ഉയരുമ്പോൾ ഇങ്ങനെ സമിഅല്ലാഹു ലിമൻ ഹമിദ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ കൈയൊന്ന് ഉയർത്തിയിട്ടാണ് കൈ താത്തേണ്ടത്. പിന്നെ സുജൂദിലേക്ക് പോകും. പിന്നെ ഇങ്ങനെ കൈ ഉയർത്തേണ്ടതില്ല, നേരെ അങ്ങനെ പോയാൽ മതി. അതിലേക്ക് ഒരുപാട് പഠനങ്ങൾ നമ്മുടെ ഫുഖഹാക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേ നമ്മുടെ 5ാമത്തെ ഫർളാണല്ലോ നിസ്കാരത്തിന്റെ ഫർളുകളിൽ. 14 ഫർളുകളിൽ 5ാമത്തെ ഫർളാണല്ലോ റുകൂ എന്ന് പറയുന്നത്. വളരെ ആദരവോടുകൂടെ നമ്മൾ റുകൂയിലേക്ക് പോകണം. ആ റുകൂയിലേക്ക് പോകുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ റുകൂയിലേക്ക് പോകുന്ന സമയത്ത് റുകൂ അല്ലാത്ത വേറെ എന്തെങ്കിലും നമ്മൾ കരുതുകയാണ്. ഉദാഹരണത്തിന് തിലാവത്തിന്റെ ഓത്തിന്റെ സുജൂദ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകുകയാണ്. പിന്നെ പകുതി എത്തുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പൊ തിലാവത്തിന്റെ സുജൂദ് ചെയ്യണ്ട എന്നും കരുതി നേരെ റുകൂയിലേക്ക് പോയാൽ അവന്റെ റുകൂ ശരിയല്ല. മറിച്ച് അവൻ നേരത്തെയുള്ള നൃത്തത്തിലേക്ക് പോയിട്ട് പിന്നെ റുകൂയിലേക്ക് പോകണം. എന്തിനെയാണോ കരുതിയിട്ട് അവൻ പോകുന്നത് അതാണ് അവിടെ പരിഗണിക്കൂ എന്നതാണ് മസ്അല. അങ്ങനെ റുകൂയിൽ പോയാലോ, റുകൂയിൽ പോയാൽ ചിലർ നേരെ കൗത്തിങ്ങനെ താത്തിപ്പിടിക്കുന്നു. അങ്ങനൊന്നുമല്ല. അതിന്റെ രൂപം നമുക്ക് പഠിപ്പിച്ചു തന്നത് കസഫീഹത്തിൻ വാഹിദ, ഒരു പലക വെച്ചതുപോലെ നിവർന്ന് നിൽക്കണം. അപ്പോൾ നമ്മൾ റുകൂയിലേക്ക് പോകുമ്പോൾ നമ്മുടെ തല ഇങ്ങനെയാകാനും പാടില്ല, ഇങ്ങനെ പൊന്താനും പാടില്ല. തലയും പിരടിയും മുതുകും എല്ലാം ഒരേ രൂപത്തിൽ നിൽക്കണം. മാത്രമല്ല അവന്റെ രണ്ട് കാൽമുട്ടിനെയും അവൻ പിടിക്കണം. എന്നിട്ട് അവൻ പറയണം സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. ഈ ദിക്ർ ചൊല്ലുമ്പോഴും ശ്രദ്ധിക്കണം. ചിലർ സുബ്ഹാന റബ്ബിയൽ അളീം, റബ്ബിയൽ അളീം നമ്മുടെ ലളീം എന്ന ആകുന്നത് റബ്ബിയൽ അളീം അങ്ങനെ തന്നെ പറയണം. അവിടെ തെറ്റാൻ പാടില്ല. റുകൂഇന്റെ സമയത്ത് നമ്മുടെ നോട്ടം സുജൂദിന്റെ സ്ഥാനത്തേക്ക് ഇങ്ങനെ നോക്കണം. ആ കണ്ണും റുകൂയിൽ പങ്കാളികളാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവൻ ചെയ്യേണ്ടത് എന്ന് ഫുഖഹാക്കൾ പഠിപ്പിച്ചു തരികയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റുകൂഇനെ സംബന്ധിച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇദാ ഇഫ്തതഹ സ്വലാത റഫഅ യദൈഹി ഹത്താ യുഹാദിയ മൻകിബൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ രണ്ട് കൈകളും ഇങ്ങനെ ഉയർത്തിയിട്ട് പിന്നെയാണ് അവിടുന്ന് റുകൂഉ ചെയ്യാറുള്ളത്. അങ്ങനെ വൈദാ അറാദ അൻ യർകഅ ബഅദ മാ യർഫഉ റഅസഹു മിന റുകൂഇ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തല ഉയർത്തുകയോ തല താഴ്ത്തുകയോ ചെയ്യാതെ ഒരേ രൂപത്തിൽ വെക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റുകൂഇലും സുജൂദിലും മുതുക് നേരെയാക്കാത്തവരുടെ നിസ്കാരത്തിന് ഒരു പ്രതിഫലവുമില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദാത്ത യൗമിൻ ഒരു ദിവസം ثم أقبل علينا بوجهه നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചതിന് ശേഷം
ഞങ്ങളുടെ നേരെ തിരിഞ്ഞു. ഫഖാല, എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, ഇന്നീ ഇമാമുക്കും, തീർച്ചയായും ഞാൻ നിങ്ങളുടെ ഇമാമാണ്. ഫലാ തുബാദിറൂനി, നിങ്ങൾ എന്നെ മുൻകടക്കരുത്. ബിർറുകൂഇ, റുകൂ കൊണ്ട് മുൻകടക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ റുകൂ ചെയ്യുന്നതിന് മുമ്പ്, അഥവാ ഇമാം റുകൂക്ക് പോകുന്നതിന് മുമ്പ് മഅ്മൂമീങ്ങൾ ഇമാം റുകൂയിലേക്ക് പോകാൻ പാടില്ല. വലാ ബിസ്സുജൂദി, സുജൂദിലേക്കും പോകാൻ പാടില്ല. വലാ ബിൽ ഖിയാമി, സുജൂദിൽ നിന്ന് നേരെ വരുന്ന ഖിയാമിലേക്കും പോകാൻ പാടില്ല. വലാ ബിൽ ഇൻസിറാഫി, സലാം ചൊല്ലി പിരിയാനും പാടില്ല. ഫഇന്നി അറാകും മിൻ അമാമി വമിൻ ഖൽഫി, എന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും ഞാൻ നിങ്ങളെ കാണുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണോ മുൻഭാഗത്ത് കാണുന്നത് അതേ രൂപത്തിൽ പിൻഭാഗത്തുള്ളതിനെയും കാണാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി ലൗ റഅയ്തും മാ റഅയ്തു ലضحكتم ഖലീലാ, ഞാൻ കണ്ടതെല്ലാം നിങ്ങളും കാണുകയാണെങ്കിൽ ലضحكتم ഖലീലാ, നിങ്ങളുടെ ചിരി നിങ്ങൾ കുറക്കുമായിരുന്നു. വലബകൈതും കസീറാ, ധാരാളമായി നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ തങ്ങൾ കണ്ടത്? ഖുൽനാ മാ റഅയ്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ തങ്ങൾ എന്താണ് കണ്ടത്? അവിടെ നിന്ന് പറഞ്ഞു, റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട് സ്വഹാബത്തെ, നരകം കണ്ടിട്ടുണ്ട് സ്വഹാബത്തെ. അതാ നരകത്തിൽ വൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് നരകമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ അവർക്ക് നിസ്കരിക്കുന്ന ആളുകൾക്ക് തന്നെ നരകം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ നിസ്കാരം അത് നല്ലതുപോലെ നിങ്ങൾ നിസ്കരിക്കണേ. അങ്ങനെ റുക്കൂ കഴിഞ്ഞാൽ പിന്നെ ഇഅ്തിദാലാണ്. ആ ഇഅ്തിദാലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അതേ റുക്കൂയിൽ കഴിഞ്ഞ് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്നും പറഞ്ഞ് കൈ ഇങ്ങനെ ഉയർത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ കൈ താഴ്ത്തി വെക്കേണ്ടത്. അതിൽ അവൻ പറയണം, റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ്. അല്ലാഹുവേ, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ലക്കൽ ഹംദ്, നിനക്കാണ് സർവസ്തുതിയും, മിൽഅസ് സമാവാതി, ആകാശങ്ങൾ നിറയെയും വമിൽഅൽ അർളി, ഭൂമി നിറയെയും, വമിൽഅ മാ ശിഅ്ത, നീ ഉദ്ദേശിച്ചതെല്ലാം നിറയെയും, നിനക്കാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറയുന്നു. ആ ഇഅ്തിദാലിന്റെ മഹത്വത്തിന്റെ ഫുഖഹാക്കൾ വിശദീകരിക്കുന്നുണ്ട്. വലിയ മഹത്വം അതിന് പറഞ്ഞതായി ഇആനത്തും തർശീഹും ശർഖാവിയും ഒക്കെ വളരെ വിശദമായി പറഞ്ഞതിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മനോഹരമായി ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ നന്നായാൽ നമ്മളും അറിയാതെ നന്നാകും എന്ന് പരിചയപ്പെടുത്തുന്ന ആ ഭാഗത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ കൂട്ടുകാരനാക്കിയിട്ടുള്ളത്. അപ്പൊ പിന്നെ ഈ കൂട്ടുകൂടിയ വ്യക്തി ഒരിക്കലും പിഴക്കാൻ ഇടയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജമാഅത്തിൽ ഏത് സമയത്തും പങ്കെടുക്കുന്ന വ്യക്തിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ വലിയ വേദനയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജമാഅത്തിന് വേണ്ടി വരികയാണ്. അസർ നിസ്കാരത്തിന് വേണ്ടി വരികയാണ്. അല്പം വൈകിട്ടേ പള്ളിയിലേക്ക് എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടുവോ എന്ന ആശങ്കയിൽ മഹാനവറുകൾ ദുഃഖിതനായി വീട്ടിൽ നിന്ന് വരുന്നു. ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞിട്ടുണ്ട്.
സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ഓതിയിട്ടുണ്ട്. റുകൂഇലേക്ക് എത്തുമ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലെത്തുന്നത്. പടച്ചോനെ, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുള്ള ആ നിസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടുവോ എന്ന ബേജാറിൽ വന്നു നിന്നു. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി നേരെ റുകൂഇലേക്ക് അങ്ങ് പോയപ്പോൾ അൽഹംദുലില്ലാഹ്, എനിക്ക് എന്റെ മുത്തുനബിയോടുകൂടെയുള്ള ആ നിസ്കാരം കിട്ടിയല്ലോ എന്നൊരു സന്തോഷം. അങ്ങനെയാണല്ലോ മസ്അല. നമ്മൾ മസ്ബൂത്താണെങ്കിൽ റുകൂഇലേക്ക് നമ്മൾ ഇമാമ് പോയിട്ടുണ്ടെങ്കിൽ ആ റുകൂ ഉയരുന്നതിന് മുമ്പ് തുമഅനീനത്തോടുകൂടെ നമുക്ക് റുകൂ കിട്ടണം. ചിലരുണ്ട് സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇമാമ് പൊന്തിയിട്ട് വേഗം റുകൂഇലേക്ക് പോയിട്ട് വേഗം പൊന്തുക. റക്അത്ത് കിട്ടിയിട്ടില്ല, അവന് വീണ്ടും ഒരു റക്അത്ത് നിസ്കരിക്കണം. നേരെ മറിച്ച് റുകൂഇൽ ഒരു സുബ്ഹാനല്ലാഹയുടെ ഒരു ഖദറെങ്കിലും അവന് റുകൂഇൽ ഒരു തുമഅനീനത്തോട് കൂടെ കിട്ടിയാലേ ഈ ഇമാം അവന്റെ ഫാത്തിഹ വഹിക്കുള്ളൂ, അവന്റെ എല്ലാം വഹിക്കൂ, അവനൊരു റക്അത്ത് ഇമാമിനോട് കൂടെ കിട്ടൂ. അല്ലാതെ റുകൂഇലേക്ക് വന്നു വേഗം സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഇവന്റെ ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു. ഇത് അങ്ങനെയല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റുകൂഇൽ തുമഅനീനത്തോടെ സന്തോഷത്തോടെ റുകൂ അങ്ങ് ലഭിച്ചപ്പോൾ വല്ലാത്തൊരു സന്തോഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് നിന്ന് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു അല്ലാഹുവിനെ അങ്ങ് സ്തുതിച്ചു. ആ സ്തുതിച്ച സമയത്ത് ആ റുകൂഇൽ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, സമിഅ അല്ലാഹു ലിമൻ ഹമിദാ. അല്ലാഹുവിനെ സ്തുതിച്ചവന്റെ സ്തുതി അല്ലാഹു കേട്ടിട്ടുണ്ട് നബിയേ, അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് നബിയേ. സമിഅ അല്ലാഹു കേട്ടു എന്നും അർത്ഥം വെക്കാം. സമിഅ അല്ലാഹു സ്വീകരിച്ചു. അല്ലാഹു ലിമൻ ഹമിദ അല്ലാഹുവിനെ സ്തുതിച്ച ആ ഒരു വ്യക്തിയുടെ എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടുകൂടെ റുകൂഇൽ അല്ലാഹുവിനെ സ്തുതിച്ചു. അത് മുഖേന ആ സ്തുതി അല്ലാഹു കേട്ടിട്ടുണ്ട് എന്ന അർത്ഥം കുറിക്കുന്ന വിധത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു. അതുവരെ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുകൂഇലേക്ക് പോകുന്നു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇഅ്തിദാലിലേക്ക് വരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഈ ഒരു വാചകം പറഞ്ഞതുകൊണ്ട്, ഹംദ് പറഞ്ഞതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞതിന് ശേഷം ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബറകത്തിനാൽ അന്നു മുതൽ നിസ്കാരത്തിൽ സുന്നത്തായി കൽപ്പിച്ചതാണ് റുകൂഇൽ നിന്ന് ഉയരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. ഇആനത്തിലെ 1-ാം വാള്യം 154 ഈ സംഭവം കാണുന്നു. തർശീഹിൽ 1-ാമത്തെ വാള്യം 65-ാമത്തെ പേജിൽ ഈ സംഭവം കാണുന്നു. ശർത്താവി എന്ന ഗ്രന്ഥത്തിലെ 1-ാം വാള്യം 210-ാമത്തെ പേജിലും ഈ സംഭവം കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരങ്ങളൊക്കെ ജമാഅത്തായി നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ദിക്റുകളും മൗറാദുകളും അണമുറിയാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നിത്യമാക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് ഈ ആക്രമണത്തെ ചൊല്ലണം. എല്ലാവരും മുന്നോട്ട് വന്നു വളരെ ആദരവോടുകൂടെ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ നമ്മുടെ മനസ്സിൽ ആ മുറാദ് വെച്ച് ഈ ബൈത്ത് ചൊല്ലിയാൽ പടച്ചറബ് എന്തായാലും കബൂലാക്കും. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. يا أكرم الخلق ما لمن ألوه به سواك عند حلول للحديث العميم مولاي سلم دائما أبدا على حبيبك خير الخلق كلهم ولن يرضى رسول الله جاهكني إذا الكريم لا باسم منتقمي مولاي صل وسلم دائما أبدا
على حبيبك خير فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا للخلق كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في غفران كالأمم مولاي صل وسلم دائما أبدا للخلق كلهم أحمد به يقسمها تأتي على السبيل عصيان في القسم مولاي صل وسلم دائما أبدا الخلق كلهم يا رب واجعل رجائي غير منعكسي لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا الخلق كلهم وطب بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزمي مولاي صل وسلم دائما أبدا بالخلق كلهم بدل لصحب صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا للخلق كلهم والآل والصحب ثم التابعين له أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما نهت عذبات البال ريح الصبا وقدرها الغيثها بالغيث بالنعم مولاي صل